കേരളത്തിലെ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് SFI നടത്തുന്ന മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായിരിക്കുകയാണ്. പലയിടത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ചിലയിടങ്ങളിൽ കണ്ണീർ വാതകവും പ്രയോഗിച്ചിട്ടുണ്ട്. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രവർത്തകൻ പരിക്കേറ്റ് കിടക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി വിളിക്കാൻ പറ്റില്ല. ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയിട്ടുണ്ട്. നടരാജ്, എന്താണ് അവിടെ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ സ്ഥിതി നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോകുമെന്ന പ്രശ്നം വന്നപ്പോൾ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കണ്ണീർ വാതകം പ്രയോഗിക്കുമ്പോൾ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും നിൽക്കാനുള്ള ബുദ്ധിമുട്ടും ഉൾപ്പെടെയുള്ള കാരണം കൊണ്ട് കുട്ടികൾ തിരിച്ചു പോയിട്ടുണ്ട്. ആർക്കും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ 3 തവണ പോലീസ് വാർണിംഗ് നൽകിയിരുന്നാണ് ഇവിടെ നിന്നും മാറി പോകാൻ. പക്ഷെ പോകാൻ കഴിഞ്ഞില്ല. കുട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി തുടരുകയായിരുന്നു SFI പ്രവർത്തകർ. കണ്ണീർ വാതകത്തിന്റെ ബുദ്ധിമുട്ട് നടരാജനും വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നു. ചില പ്രവർത്തകർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണീർ വാതകം അടുത്തുനിന്ന് ശ്വസിച്ചു കഴിഞ്ഞാൽ അത് വലിയ ശ്വാസതടസ്സം ഉണ്ടാക്കും.